വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇസ്രായേലിലേക്ക് കയറ്റി അയക്കാൻ ഒരുക്കി നിർത്തിയിരുന്ന 3500ഓളം ബോംബുകൾ ഉൾക്കൊള്ളുന്ന 2 ഷിപ്മെൻറ്റുകൾ സസ്പെൻഡ് ചെയ്തതായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡനുമായി CNN നടത്തിയ ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ടാണ് ഷിപ്മെൻറ്റുകൾ ക്യാൻസൽ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബൈഡൻ പറഞ്ഞത്, ഈ ബോംബുകളാണ് ഇതേപോലുള്ള ബോംബുകളാണ് ഗസയിലെ സിവിലിയൻസ് കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ളത്. ഇസ്രായേൽ സൈന്യം റഫ പട്ടണത്തിൽ പ്രവേശിച്ചാൽ ഇത്തരം ആയുധങ്ങൾ ഒരിക്കലും അവർക്ക് ഞങ്ങൾ കൈമാറുകയില്ല. ഇതാദ്യമായിട്ടാണ് ബൈഡൻ പരസ്യമായി ഇസ്രായേലിന് മുമ്പാകെ ഇത്തരം ഉപാധികൾ വെക്കുന്നത്. അതോടൊപ്പം ഇസ്രായേലിൻ്റെ സുരക്ഷ മുൻനിർത്തി അയൺ ഡോം കയറ്റി അയക്കുന്നത് നിർത്തുകയില്ല എന്നും ബൈഡൻ പ്രഖ്യാപിച്ചു. ഗസയിലെ സിവിലിയൻസിൻ്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബൈഡൻ ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയതായിട്ടും CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നെതന്യാഹുവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ US സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം കൈനകം ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് നല്ല ആത്മവീര്യവും ദൈവിക സഹായവുമുണ്ട്. അതിനാൽ ഞങ്ങൾ തോക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രതികരണം. ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാറി പറഞ്ഞത്, റഫ ആക്രമണത്തിനും മറ്റ് ഓപ്പറേഷനുകൾക്കും ആവശ്യമായത്ര ആയുധങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ ഇതിനിടെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് ഹമാസിൻ്റെ മിലിറ്ററി വിങ്ങായ ഇസുദ്ദീൻ ഖസ്സാം ബ്രിഗേഡ് ഒരു പുതിയ വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആർമിയുടെ പ്രസ്റ്റീജ് ഇതാ അയച്ചു തരുന്നു എന്ന ടൈറ്റിലിൽ പുറത്തുവിട്ട ആ വീഡിയോയിൽ റോക്കറ്റുകളിൽ ബാറ്ററികൾ ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോർട്ടാർ ഷെല്ലുകളുടെയൊക്കെ ഒരു വൻ ശേഖരം തന്നെ അതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം അതിൻ്റെ റഫയിലേക്കുള്ള കടന്നുകയറ്റം ഒരു പിക്നിക്കായിരിക്കുകയില്ല, മറിച്ച് ഗസയുടെ പല ഭാഗത്തും അവർ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതുപോലെ തന്നെ അതേ അനുഭവമായിരിക്കും റഫയിലും അവരെ കാത്തിരിക്കുന്നത് എന്ന് വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.